രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ പര്യടനത്തിന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യരുത് എന്നും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന വഴി AK ഗോപാലനെ കണ്ടപ്പോൾ സി യു ഇൻ പാർലമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് 16 അംഗങ്ങൾ ആയിരുന്നു അന്ന് ഒന്നാമത്തെ ലോക്സഭയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. അന്നത്തെ മലബാർ പ്രദേശത്ത് നിന്ന് കണ്ണൂരിൽ നിന്നും സഖാവ് AK ഗോപാലൻ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളായ PT പുന്നൂസ് അമ്പലപ്പുഴയിൽ നിന്നും ജയിച്ചു വരുന്നു. ഇവർ രണ്ടുപേരുമായിരുന്നു മലയാളികളായിട്ട് 1951 ഒന്നാമത്തെ ലോക്സഭയിൽ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് അംഗങ്ങൾ എന്നുള്ളത്. കടപ്പയിൽ നിന്ന് ഈശ്വര റെഡ്ഡി എല്ലൂര ഉണ്ടായിരുന്നു. മദ്രാസ് സ്റ്റേറ്റിലെ എലൂരു എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് K സുബ്ബറാവു ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പോഴത്തെ ഈ മയിലാടുതുറൈ എന്നൊക്കെ പറയുന്ന ഭാഗമായിട്ടുള്ള മയൂരത്തിൽ നിന്നും അന്ന് K അനന്ത നമ്പ്യാർ എന്ന് പറയുന്നത്, അവരൊക്കെ വലിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളായിരുന്നു അക്കാലത്തെ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന CPM, CPI, CPIML-ൻ്റെ ഒരു വിഭാഗം പാർട്ടികളെക്കാൾ ഒരുപക്ഷെ ജനസ്വാധീനം കൂടുതലുള്ള ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ നിൽക്കുന്ന മാവോയിസ്റ്റുകളാവാനുള്ള സാധ്യത പോലും ഉണ്ട്. പണ്ട് OV വിജയൻ തിരിയും ചുമടും എന്ന് പ്രശസ്തമായി മാറിയ ഒരു ലേഖനം എഴുതുന്നത്, അതിൽ OV വിജയൻ പറയുന്നത് ആഗോള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൽ പലയിടങ്ങളിലും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ ചെയ്തിട്ടുള്ള വലിയ ജനവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ചുമട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചുമക്കേണ്ട കാര്യമില്ല എന്നും, ആദ്യകാലം മുതൽ തന്നെ ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയിൽ പ്രവർത്തിക്കുകയും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും ചുരുക്കം സമയങ്ങളിൽ ജയിക്കുകയും പലപ്പോഴും തോൽക്കുകയും ചെയ്തിട്ടും നിരന്തരം ഈ ജനാധിപത്യ പ്രക്രിയയിൽ പ്രവർത്തിക്കുകയും അങ്ങനെ ആധുനിക ജനാധിപത്യം നവീകരിക്കപ്പെടുന്നതോടൊപ്പം സ്വയം നവീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തിനാണ് ഈ അനാവശ്യ ചരിത്രഭാരവും ചുമടും ചുമക്കുന്നത് എന്നൊരു ചോദ്യം OV വിജയൻ ചോദിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം പിളർന്നപ്പോൾ അതിലുള്ള വേദന കൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിയ നിരവധി ആളുകൾ ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ഉള്ള പ്രസക്തി, അവർ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്നവരാകട്ടെ തെരഞ്ഞെടുപ്പ് രംഗത്തു നിന്നും പൂർണ്ണമായും മാറി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആവട്ടെ, അവർ കൂടി ചേർന്നതാണ് ഇന്ത്യൻ സമൂഹവും ഇന്ത്യൻ സമൂഹത്തിൻ്റെ രാഷ്ട്രീയവും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. താങ്ക് യു അനൂപ്.